അസ്സലാമലൈക്കും. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിൽ ഫായിസീന ബിർലല്ലാ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ അറിവ് ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ് മനുഷ്യൻ. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവന്റെ വിജ്ഞാനമാണ്. കണ്ണും മൂക്കും കൈയും കാലുമെല്ലാം മനുഷ്യനുള്ളതുപോലെ മറ്റു ജീവികൾക്കുമുണ്ട്. എന്നാൽ വിശേഷ ബുദ്ധിയും നല്ല അറിവും മനുഷ്യന് മാത്രം പ്രത്യേകമാണ്. എന്നെങ്കിലും അറിഞ്ഞത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ കാര്യമില്ല. മറിച്ച് നാം എല്ലാവരും അറിയേണ്ടത് ഇസ്ലാമികമായ അറിവാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖൈറക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ദീനായ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നാം പഠിക്കണം. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യ നുകരുക. നമ്മൾ ഇന്ന് ചൈനയിലേക്ക് ഒന്നും പോകേണ്ട. നമ്മുടെ നാട്ടിലുള്ള മദ്രസയിൽ കൃത്യമായി വന്നാൽ പള്ളിയിൽ നടക്കുന്ന മജ്‌ലിസുൽ ഇൽമിൽ പങ്കെടുത്താൽ ഏറ്റവും നല്ല ഇൽമു പഠിക്കാൻ കഴിയും. വിജ്ഞാനത്തിന് എല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുത്താൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എന്റെ ത്യാഗം സഹിച്ചും മതപഠനം നിർത്തുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നാഥൻ തുറക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.